സുഹൃത്തുക്കളെ, റിൻസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സെബസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു LED മോണിറ്റർ സർവീസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു കോമൺ ടിപ്സാണ്. ഇതിന് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ബോർഡിൽ ഈ SMD IC ആണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോർഡിനെ ഈ കേസിൽ നിന്ന് നമുക്ക് ആദ്യം അഴിച്ചെടുക്കാം. നമ്മുടെ ബോർഡ് നമ്മൾ അഴിച്ചെടുക്കണം. ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോണിക്സ് അറിയുന്നവരും ജസ്റ്റ് സോൾഡറിങ് ചെയ്യാൻ അറിയുന്നവർ പോലും ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ DC 12 വോൾട്ട് 1.5 ആംപിയർ ബോർഡാണിത്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ടെക്നോളജി, ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഏതൊരു LED TV ആയാലും ശരി, എന്തിനും നമുക്ക് ബോർഡ് ഈ പവർ സപ്ലൈ കിട്ടാത്തതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യാം, ആർക്കും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ടിപ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ബോർഡിൽ എഴുതിയിരിക്കുന്നത് DC 12 വോൾട്ട് 1.5 ആംപിയർ. ഈ യെല്ലോ വയർ നമ്മളൊരിക്കലും കട്ട് ചെയ്ത് കളയരുത്. ഈ യെല്ലോ വയർ ആണ് മദർ ബോർഡിൽ നിന്ന് ഈ പവർ സപ്ലൈനെ ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിലും ഒരു ഇൻവേർട്ടർ സർക്യൂട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓണാക്കുന്നത് ഈ PVCൻ്റെ പ്രൊട്ടക്ഷൻ കാർഡ് നമുക്ക് ആദ്യം അഴിച്ചെടുക്കാം. അപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ മോസ്ഫെറ്റൊക്കെ അടങ്ങുന്ന SMD IC. ഇത് ഒരു ITയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ പവർ സപ്ലൈ പ്രൈമറി SM ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൻ്റെ ലെഗാണ് കാണുന്നത്. ഇതിലേക്കാണ് 220 വോൾട്ട് സ്വിച്ചിങ് ആണ്. ഇതാണ് സെക്കൻഡറി വൈൻഡിങ്. ഇതിലേക്കാണ് 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ സർവീസ് ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഈ പോയിൻ്റാണ് ഇതിൻ്റെ ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം, ഇത് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗം. ഇത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ്, ഇതിൽ വരുന്ന കപ്പാസിറ്റർ DCൻ്റെ പോസിറ്റീവ് ഭാഗം. വെറുതെ ശ്രദ്ധിക്കുക, ഈ ഡയോഡിനെയാണ് നമുക്ക് അഴിച്ച് റിമൂവ് ചെയ്തെടുക്കണമെന്ന്. ഈ ഡയോഡ് റിമൂവ് ചെയ്തെടുത്ത് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ശ്രദ്ധിക്കുക, ഇത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പോളാരിറ്റി മാറി പോകരുത്. ഇതാണ് പോസിറ്റീവ് സൈഡ്, നമ്മൾ DC പോസിറ്റീവ് സൈഡ് ആണിത്. ഇതിലാണ് നമുക്ക് പോസിറ്റീവ് സപ്ലൈ വന്നു. റെഡ് വയറിലൂടെ ഔട്ട് മദർ ബോർഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പൊളാരിറ്റി നമ്മൾ മാറാതെയാണ് ശ്രദ്ധിക്കേണ്ടത്. റെഡ് ആൻഡ് ബ്ലാക്ക് പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ മദർ ബോർഡ് പോയി പോകും. ഈ നെഗറ്റീവ് പാത്ത് വരുന്ന ഭാഗം, അതാണ് നെഗറ്റീവ് പാത്തിൽ വരുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ ലെഗാണ് നമുക്ക് ഇതിന്ന് വിടിച്ചെടുക്കണം. അപ്പോൾ രണ്ട് ഭാഗം, ഡയോഡും ഈ കപ്പാസിറ്ററും നമുക്ക് ഇതിന്ന് ഈ ബോർഡിൽ നിന്ന് ഊരിയെടുക്കണം. ഊരിയെടുത്താൽ മാത്രമേ നമുക്ക് ആ പവർ സപ്ലൈ സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സർവീസ് ചെയ്യാൻ മീൻസ് ഈ പവർ സപ്ലൈ കിട്ടില്ല. അപ്പോൾ അതിൽ അഡീഷണലായിട്ട് പുറത്തുനിന്ന് നമ്മളൊരു അഡാപ്റ്റർ, ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് ഈ മദർ ബോർഡ് നമ്മൾ ഓണാക്കുന്നത്. ഡയറക്റ്റ് മദർ ബോർഡിലേക്ക് നമുക്ക് അഡാപ്റ്റർ കൊടുക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇതിൽ ഇൻവേർട്ടർ സർക്യൂട്ട് ഉണ്ട്. ഇതിൽ ഇൻവേർട്ടർ ഉണ്ട്. ഈ ഇൻവേർട്ടർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റ്, അതായത് LED ഡിസ്പ്ലേൻ്റെ ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻവേർട്ടർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇൻവേർട്ടർ സർക്യൂട്ടിൻ്റെ ഓൺ വരുന്നത് മദർ ബോർഡിലേക്കാണ്. മദർ ബോർഡിൽ നിന്നാണ് മദർ ബോർഡിലേക്ക് 12 വോൾട്ട് എത്തുമ്പോൾ ആ 12 വോൾട്ടിൽ നിന്ന് തിരിച്ച് ഒരു സിഗ്നൽ ഇതിലേക്ക് വരും, ബാക്ക് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ പവർ സപ്ലൈനെ ഓണാക്കുന്നത്, ബാക്ക് ലൈറ്റ് ഓണാക്കുന്നത്.
അപ്പോൾ ഇതിൽ ഈസിയാണ് കൊടുക്കാൻ. കണ്ടു 12 വോൾട്ട് ഗ്രൗണ്ട് ബാക്ക്ലൈറ്റ് ഓൺ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരിയെങ്കിലും സോൾഡറിങ് ചെയ്യാനും പോസിറ്റീവായിട്ടൊക്കെ തിരിച്ചറിയുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ഇത് സർവീസ് ചെയ്യാൻ പറ്റും. ഇനി മദർ ബോർഡിൻ്റെ സൈഡ് നോക്കാം. മദർ ബോർഡിൽ കണ്ടില്ലേ ആ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന റെഡ് കളർ വയർ, അതിൻ്റെ നേരെ തന്നെ എഴുതിയിട്ടുണ്ട് 12 വോൾട്ട് എന്ന്. ഉണ്ടോ 12 വോൾട്ട് എന്ന് നേരിട്ട് എഴുതിയിട്ടുണ്ട് പവർ സപ്ലൈയിൽ നിന്ന്. അപ്പോൾ ഇതൊന്നും നമ്മുടെ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയില്ല. കാരണം വെച്ചാൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ബാക്ക് ലൈറ്റ് ഓൺ തന്നെ യെല്ലോ വയർ ഗ്രൗണ്ട്. ഈ യെല്ലോ വയറിനെയാണ് ഞാൻ പറഞ്ഞത് മദർ ബോർഡിന് തിരിച്ച് ഈ പവർ സപ്ലൈൻ്റെ ഇതാണോ ഈ പവർ സപ്ലൈയിലേക്ക് വന്നു കയറി ഇൻവെർട്ടർ. അതാണ് ഇൻവെർട്ടർ സർക്യൂട്ട്. ആ കാണുന്ന ചെറിയൊരു SMD IC കാണുന്നില്ല, അതാണ് ഇതിൻ്റെ ഇൻവെർട്ടർ സർക്യൂട്ട്. ഈ ഇൻവെർട്ടറിനെ ഓണാക്കുമ്പോൾ തിരിച്ച് ഇൻവെർട്ടറിന് ഈ സോക്കറ്റ്, ചെറിയ സോക്കറ്റ് വഴി പോസിറ്റീവ് നെഗറ്റീവ് വഴി LED മോണിറ്ററിൻ്റെ ബാക്ക് ലൈറ്റ്, ഒരു LED സർക്യൂട്ടിൻ്റെ LED ഉണ്ട് ബാക്ക് ലൈറ്റ്, അതിലേക്ക് ഈ സപ്ലൈ പോകും. ഇതാണ് അതിൻ്റെ സോക്കറ്റ്. ഒരിക്കലും നമ്മൾ മാറ്റി കുത്തിയാൽ അത് പൊളാറ്റ് മാറില്ല. കാരണം വെച്ചാൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേ സോക്കറ്റ് കയറുള്ളൂ. ഈ ഡയോഡ് അയക്കുമ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗത്താണ് അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് വയറും, ഇനി ബ്ലൂ കളർ കപ്പാസിറ്റർ അയക്കുന്ന ഭാഗത്താണ് നെഗറ്റീവ് വയറും കണക്ട് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മദർ ബോർഡിൽ നിന്ന് ഓരോ കണക്ഷനും നമുക്ക് തിരിച്ചു കൊടുക്കാം. മദർ ബോർഡിൻ്റെ കണക്ഷനൊക്കെ ഞങ്ങൾ പവർ സപ്ലൈൻ്റെ കണക്ഷൻ തിരിച്ചു കൊടുത്ത് ഇനി ഈ 12 വോൾട്ട് അഡാപ്റ്റർ നമുക്ക് കുത്തിയിട്ട് ഒന്ന് ഓണാക്കി വെക്കാം. ഇത് കാണാം നമ്മുടെ LED മോണിറ്റർ ഓണായി. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു കോമൺ ടെക്നിക്കാണ്. കാരണം പവർ സപ്ലൈ കിട്ടാത്ത LED ടിവികളൊക്കെ എങ്ങനെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. പുറത്ത് അഡീഷണൽ അഡാപ്റ്റർ കൊടുത്തിട്ട് എടുക്കാം. ഇത് ഇപ്പോൾ വലിയൊരു ടെക്നീഷ്യൻ ആവണമെന്നൊന്നുമില്ല, ആർക്കും ചെയ്യാവുന്നൊരു സംഗതിയാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കറക്റ്റ് എല്ലാത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഇതേപോലെ തന്നെ പോസിറ്റീവ് പോളിലും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് വരുന്ന ഭാഗത്തും വയറിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം മാറിപ്പോകരുത്. ഇങ്ങനെയാണ് LED മോണിറ്റർ ആയാലും ആർക്കായാലും ചെയ്യാം. CCTV ചെയ്യുന്ന ഒരാൾക്ക് ആർക്കും കുറച്ച് ഇലക്ട്രോണിക്സ് അറിയുന്ന സോൾഡറിങ് അറിയാവുന്ന ആർക്കും ഇത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ട വീഡിയോ വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് പവർ സപ്ലൈ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ സൈഡാക്കി മൂലക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ കേസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തതെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേപ്പർ ഞാൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മോണിറ്ററിൻ്റെ ഡിസ്പ്ലേൻ്റെ പുറകിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 പ്രാവശ്യം സ്റ്റാൻഡ് ബൈ സ്വിച്ചൊക്കെ ഓണാക്കി നമുക്ക് നോക്കുക. ഈ പവർ സപ്ലൈ എന്തെങ്കിലും അല്ലെ
ഈ അഡാപ്റ്റർ എടുക്കാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പവർ എടുക്കാത്ത പ്രശ്നം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ അഡാപ്റ്ററിൻ്റെ വയറുകൾ ഇങ്ങനെ അതിൻ്റെ പുറകെ കൂടെ ഹോളുകളിലൂടെ നമുക്ക് ഒതുക്കിയിടാം കേട്ടോ. അതിൻ്റെ ബേക്കിൽ അതിനുള്ള ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഈ കാണുന്ന പോലെ ബോർഡ് ഒതുക്കി, പവർ സപ്ലൈ ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ പുറകെ കൂടെ തന്നെ ആ ഹോളിലൂടെ പുറത്തേക്ക് ഇടാം അഡാപ്റ്ററിൻ്റെ വയർ. അങ്ങനെ ഇട്ടിട്ടാണ് ആദ്യം ചെയ്യാൻ. ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് പുറത്തുകൂടെ വെച്ചാൽ ചെയ്തത്. ഇനി കേസ് എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, കാരണം അറിയാത്തവരുണ്ടാവും കേസ് എങ്ങനെ ഓപ്പൺ ചെയ്തെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കേസ് ഓപ്പൺ ചെയ്യുന്നത്. കാരണം ഡിസ്പ്ലേയിലേക്ക് കൈ കുത്തി പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടിപ്പോകും. അതിന് മാത്രം പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു ചെറിയ ഉറപ്പുള്ള നൈഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. വലിയ കട്ടിയുള്ള സ്ക്രൂ ഡ്രൈവർ എടുക്കരുത്, വളരെ ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്താൽ മതി. കാരണം നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോക്കാണ് ഇതിൽ. ഈ ലോക്ക് പൊട്ടുകയല്ല, ഈ ലോക്ക് ഓപ്പണായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഈസിയായിട്ട് ഈ കേസിനെ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റൊക്കെ ആണെങ്കിൽ ഇത് അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് കൂടെ ഓപ്പൺ ആവുന്ന രീതി ഞാൻ പറഞ്ഞത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.